Hello friends, it's me Jovin and welcome to Turbo Jovin. അപ്പോൾ ഗൈസ് ലേറ്റസ്റ്റ് 2026 Kia Seltos. അപ്പോൾ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് മക്കളെ ഫേസ് ലിഫ്റ്റ്. അതായത് അടിമുടി മാറിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ മാറിയിട്ടുണ്ടെന്നല്ലേ, ഡിസൈൻ അത് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഡിസൈൻ ഫിലോസഫി അടക്കം മാറിയിട്ടുണ്ട്. ജസ്റ്റ് കോസ്മെറ്റിക് ചേഞ്ചസ് അല്ല, അവരുടെ ഡിസൈൻ ഫിലോസഫി തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഡൈമെൻഷൻസ് മാറിയിട്ടുണ്ട്. അതായത് ലെങ്ത് മാറിയിട്ടുണ്ട്, വിഡ്ത്ത് മാറിയിട്ടുണ്ട്, ഹൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഈവൻ ഗ്രൗണ്ട് ക്ലിയറൻസ് മാറിയിട്ടുണ്ട്. അതുപോലെ വീൽ ബേസിലും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വീൽ ബേസ് നമുക്കിപ്പോൾ കൂടുതലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ സെഗ്മെന്റിലെ ലെങ്ത് വൈസ് ഏറ്റവും ലെങ്ത് ഉള്ള വണ്ടിയാണ് കിയ സെൽട്ടോസ്. ഈ സെഗ്മെന്റിലെ ഏറ്റവും ലെങ്ത് ഉള്ളത്. അപ്പൊ അതിന്റെ ഗുണം നമുക്ക് വീൽ ബേസിൽ കുറച്ച് 30 mm മേലെ വീൽ ബേസിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താ കാണിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇന്റീരിയറിൽ കൂടുതൽ സ്പേസ് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇന്റീരിയറിൽ നമുക്ക് പോകുമ്പോൾ നോക്കാം. അതുപോലെ ബൂട്ട് സ്പേസ് 447 ലിറ്റർ ആയിട്ടുണ്ട്. അങ്ങനെ അതും കയറിയിട്ടുണ്ട്. അപ്പൊ എന്താ കോസ്മെറ്റിക് ചേഞ്ചസിൽ അത് വന്നിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ ഡൈമെൻഷൻസ് മാറിയിട്ടുണ്ട്. പിന്നെ പുതിയ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നിട്ടുള്ളത്. പ്ലാറ്റ്ഫോമിൽ മാറി K3 എന്ന് പറഞ്ഞിട്ട് പുതിയ പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ റൈഡ് കാര്യങ്ങൾ അതൊക്കെ എൻറ്റയർലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ അഡാസ് ലെവൽ 2 6 ബാഗ് സേഫ്റ്റി എയർ ബാഗ് കാര്യങ്ങൾ, അതിന്റെ കൂടെ വണ്ടിയുടെ കൺസ്ട്രക്ഷൻ സ്ട്രക്ചർ ഇപ്പൊ ഒരു റീഎൻഫോഴ്സ്ഡ് സ്ട്രക്ചറാണ് വണ്ടി ബിൽഡ് ചെയ്യാൻ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സേഫ്റ്റിയിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ ഒരു കംപ്ലീറ്റ് ഫേസ് ലിഫ്റ്റ് ആണ് നമ്മുടെ കിയ സെൽട്ടോസ് 2026 കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വണ്ടി എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇതൊക്കെ 10,99,000 എക്സ് ഷോറൂം. പക്ഷെ നമ്മുടെ ചാനലിൽ ഒരിക്കലും എക്സ് ഷോറൂം റേറ്റ് ഒന്നും നമ്മൾ പറയാറില്ല. കാരണം റോഡ് ടാക്സ് ഇൻഷുറൻസ് ഒക്കെ പിന്നെ ആര് കൊടുക്കും, അത് നമ്മൾ തന്നെ കൊടുക്കണ്ടേ. അപ്പം ഓൺ റോഡ് പ്രൈസ് എത്രയാന്നുള്ളതാണ് നമ്മൾ പറയാം. അപ്പോൾ മൊത്തം എത്ര വേരിയന്റ് ഉണ്ട്, പ്രൈസ് എത്ര വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഇഞ്ചിയൺ തൃശ്ശൂരിലെ ഇഞ്ചിയോൺ കിയയുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാം. അപ്പോൾ വണ്ടീനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചാൽ മതി. അവർ ഫുൾ സപ്പോർട്ട് തരും. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ കിയ സെൽട്ടോസിൻ്റെ ഫുൾ പ്രൈസാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഫുൾ ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ബേസ് മോഡലിന് 13,79,587 രൂപയാണ് ഓൺ റോഡായിട്ട് വരുന്നത്. പിന്നെ ടോപ്പ് മോഡലിന് 24,97,367 രൂപ. ടോപ്പ് മോഡൽ 24,97,367 രൂപ ഓൺ റോഡ് പ്രൈസ് തൃശ്ശൂർ കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഓക്കെ, നമുക്കിനി വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ കിയ സെൽട്ടോസിനെ അടുത്തറിയാം. അപ്പൊ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ കോസ്മെറ്റിക് ചേഞ്ചസ് ആണ്. പണ്ടത്തെ ഡിസൈൻ ഒന്നുമല്ല, കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇവര് മാറ്റിയപ്പോ ഒരു 1.5 മാറ്റായി. അതായത് ഏറ്റവും നമ്മൾ ആദ്യം തന്നെ കിയ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കണ്ണിപ്പെടാ ഈ ഗ്രില്ല് തന്നെയാണ്. ഇതിനെ അവര് ഡിജിറ്റൽ ടൈഗർ ഫേസ് ഗ്രില്ല് എന്നാണ് ഇപ്പൊ വിളിക്കുന്നത്. ഒരു വെറൈറ്റിയാണ്. അത് എവിടുന്ന് നോക്കിയാലും കണ്ണിപ്പെടാ, ആരും ഇത് നോക്കാണ്ട് പോലിയ അതുപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. പക്ഷെ ഇവര് ടൈഗർ ഫേസ് എന്ന് പറയുമ്പോഴും എനിക്ക് ഒരു കാർട്ടൂൺ കഥാപാത്രം ഓർമ്മ. അതായത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല, ഒരു വലിയ ഷാർക്ക് ഇങ്ങനെ പല്ലൊക്കെ കാണിച്ചിട്ട് നിൽക്കണ ഒരു കാർട്ടൂൺ. അതാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോ വരുന്നത്. ഒരു എന്താ പറയാ, ഒരു മാച്ചോ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഇവരുടെ ടാഗ് ലൈൻ പറയണ പോലെ ഒരു ബാഡ് ആസ് വണ്ടിയായിട്ടാണ് കിയ സെൽട്ടോസ് വന്നേക്കണത്. ഈ ഗ്രില്ല് എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഗ്രില്ല് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടാ. അപ്പോൾ കാണുന്നതിന്റെ കണ്ണിലാണല്ലോ സൗന്ദര്യം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഇത് വരാണെങ്കിൽ എൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മളിങ്ങനെ എൻറ്റയർലി പുതിയ ഡിസൈൻ ഫിലോസഫിയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 ലൈറ്റ്, അതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ലൈറ്റ് എൽ ഇ ഡി പ്രൊജക്ഷൻ ലൈറ്റ് ആണ്. അതുപോലെ DR സ്റ്റാർ മാപ്ഡ് LED എന്നാണ് ഇപ്പൊ കിയ തന്നെ വിളിക്കുന്നത്. അങ്ങനെ DR ഉണ്ട്. ഒരു ഹൈ പ്രൊജക്ഷൻ ഹൈ ഇന്റൻസിറ്റി ഹെഡ് ലാമ്പ് LED യൂണിറ്റ് അവിടെ വരുന്നുണ്ട്. അതുപോലെ താഴെയാണ് നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നത്. അതൊരു ഒരു ഡിസൈൻ ഡി. ഈ ഒരു ഡിസൈൻ ഇനിയിപ്പോൾ അവിടെ ഇവിടേക്ക് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇനിയും കാണാം. ഡി എന്താണ്, ബാഡാസിന്റെ ഡി ആണോ ഉദ്ദേശിക്കണേ. അപ്പൊ അവിടെ LED ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ സെൻസേഴ്സ്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ സൈഡിലേക്കായിട്ടാണ് പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കൂടുതൽ സെൻസിങ് നമ്മൾ വണ്ടി കോർണർ ചെയ്യുമ്പോഴും പാർക്ക് ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ നമ്മളെ സഹായിക്കുന്നതാണ് ഈ സൈഡിലേക്കൊക്കെ വലിച്ചിട്ടുള്ള പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നത്.
പിന്നെ 360 ക്യാമറ വരുന്നുണ്ട്. പിന്നെ താഴെ ADAS വരുന്നുണ്ട്. ലെവൽ 2 ADAS ആണ് നമ്മുടെ കിയയിൽ ഇപ്പോൾ വരുന്നത്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ലോവർ ലിപ്പിൽ ഒരു ഗൺ മെറ്റൽ ഫിനിഷില് ലോവർ ലിപ്പ് അത് വളരെ നന്നായിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ ജിമ്മിലൊക്കെ നമ്മൾ ബാർബല് ഇതൊക്കെ ഇല്ലേ നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ ഒരു സൈസ് സ്ട്രക്ചറൊക്കെ ഓർമ്മ വരാണ്. അപ്പോൾ മൊത്തത്തിലൊരു വളരെ നൈസായിട്ടുള്ള ഒരു ഡിസൈനാണ് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ. അതായത് കണ്ണിൽ പിടിക്കും, നല്ല റോഡ് പ്രസൻസ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ എലഗന്റ് എന്ന് പറയാൻ പറ്റില്ല, ടോട്ടൽ ബാഡാസ് ഡിസൈൻ. എലഗന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെറുതായി പറയുന്ന പോലെ ടോട്ടൽ ബാഡാസ് ഫീലാണ് നമുക്ക് ഇപ്പോൾ ഈ ഡിസൈൻ നമുക്ക് നോക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കിയയുടെ ബാഡ്ജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ വൈപ്പേഴ്സ് വരുന്നുണ്ട്. ഏറ്റവും മുകളിൽ നമുക്ക് ADAS ലെവൽ 2 ക്യാമറ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്ന കാഴ്ചകൾ. ഇനി നമുക്ക് വശങ്ങളിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇനി വശക്കാഴ്ചകളിലേക്ക് വരാണെങ്കിലും ഇവിടെയും ആ ഒരു ബോൾഡ് ലാംഗ്വേജ് നമുക്ക് കാണാം. നല്ല മസ്കുലർ ബൾജസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വണ്ടി വലുതായിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ടയർ സൈസ് 18 ഇഞ്ച് ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ മുകളിൽ ഈ ബ്ലാക്ക് ക്ലാഡിങ് അതും നന്നായിട്ടുണ്ട്. ആ ക്ലാഡിങ്ങുകളൊക്കെ അതിനെ ഭംഗി നന്നായിട്ട് കൂട്ടുന്നുണ്ട്. അത് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ബോഡി കളർ, അത് കഴിഞ്ഞ് ഈ ബ്ലാക്ക് ക്ലാഡിങ്, ആ ഒരു മസ്കുലർ ബൾജ് ഒക്കെ നല്ല രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഏകദേശം ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നേരത്തേക്കാൾ 10 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിട്ടുണ്ട്. ഇനി ORVMs നോക്കുകയാണെങ്കിൽ അതും വളരെ നല്ല ഭംഗിയുള്ളൊരു ORVMs ആണ്. അത് ഡ്യുവൽ ടോണിൽ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതിന്റെ താഴെ 360 ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പിയാനോ ബ്ലാക്കിലുള്ള ഒരു ഇൻസേർട്ട് അതിങ്ങനെ താഴെ പോകുന്നുണ്ട്. പക്ഷെ അത് മുകളിൽ എത്തുമ്പോൾ ഗൺമെറ്റലിന്റെ ഒരു കളറിലേക്ക് മാറാണ്. ഇവിടെ ഒരു മാറ്റ് ബ്ലാക്ക് കളർ, വലിയ വിൻഡോ ആണ്, നല്ല വിസിബിലിറ്റി തരുന്നു തോന്നുന്നു. പിന്നെ ഒരു ഫ്ലഷ് ചെയ്യുന്ന രീതിയിലുള്ള ഡോർ ഹാൻഡിൽസ് ആണ് വന്നിട്ടുള്ളത്, അത് നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ റൂഫ് റെയിൽസ് ഒക്കെ ഉണ്ട്. റൂഫ് റെയിൽസിൽ കണ്ട കോഷൻ ഡു നോട്ട് ലോഡ്. അപ്പോൾ ഇതൊരു എസ്തെറ്റിക് പർപ്പസ് ആണ്. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ റൂഫ് റെയിലല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ വണ്ടിയുടെ ആ ഒരു ബോൾഡ് ലുക്ക് ഉണ്ടല്ലോ, ഒരു ബാഡാസ് ലുക്കിന് ചേരുന്ന രീതിയിലുള്ള ഡിസൈനാണ് റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഈ പിന്നിലേക്ക് ആയാലും ഡി പില്ലറൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ എന്താണെന്നറിയോ, ഇതൊരു MPVയുടെ ഒക്കെ ഒരു കൂട്ടാണെന്ന് തോന്നുന്നത്. അതായത് 3rd row ഉള്ള പോലെ അത്രയും ലെങ്ത് ഉണ്ട്, വണ്ടിയുടെ ലെങ്ത്തും കൂടിയിട്ടുണ്ട്, വീൽ ബേസും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അതുപോലെ ഹൈറ്റ് ഒരു 10 mm കുറയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മൊത്തം ഒരു പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി. അപ്പൊ അത് ഡ്രൈവിംഗ് ഡൈനാമിക്സിന് അത് എങ്ങനെ എഫക്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് നോക്കാം. അത് വേറൊരു ദിവസം നമ്മൾ വണ്ടി റൈഡിന് എടുത്തിട്ട്, ഇപ്പൊ നമ്മൾ ഷോറൂമിന്റെ ഉള്ളിൽ വണ്ടി കാണാണ്, അപ്പൊ ഒരു ദിവസം ഡ്രൈവിംഗിൽ പോകുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 4 ടയറിലും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. അതിലെ ബ്രേക്ക് കാലിപ്പേഴ്സ് അതിന്റെ കളറ് ഒന്ന് എടുത്തു വന്നിട്ട് ഈ കളർ ഒന്ന് കാണിക്കൂ. നിയോൺ കളറാണ് വരുന്നത്. നിയോൺ കളർ ബ്രേക്ക് കാലിപ്പേഴ്സ് ആണ് വരുന്നത്. സാധാരണ നമ്മൾ സ്പോർട്ടി കാലിപ്പേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് കളറും ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എത്ര നാളേക്ക് ഈ റെഡ് ഒക്കെ കൊണ്ട് നടക്കും. അപ്പൊ ഇരിക്കട്ടെ, നിയോൺ കളർ ഒരു ബ്രേക്ക് കാലിപ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പിൻവശത്തേക്ക് വരാണെങ്കിലും വളരെ നല്ല ഡിസൈൻ. ഇതിന് എന്താ പറയാ, ആരും ഒരു എതിർപ്പ് പറയില്ലാത്ത രീതിയിലുള്ള വളരെ നല്ലൊരു ഡിസൈനാണ്. നമ്മുടെ ക്ലാവിസിലൊക്കെ കണ്ട് പരിചയിച്ച ഒരു ഡിസൈനിലേക്കാണ് ബാക്കിൽ വരുന്നത്. ഇതിലും ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്, LED. അത് വളരെ നന്നായിട്ടുണ്ട്. രാത്രി കാണാൻ നല്ല രസമായിരിക്കും, നല്ല കത്തി നിൽക്കുമ്പോൾ വളരെ നല്ല രസമാണ്. പിന്നെ ഇവിടെ GT ലൈനിന്റെ ഒരു ബാഡ്ജ്, ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. GT ലൈനിന്റെ ഒരു ബാഡ്ജ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ വരുന്നത് നമ്മുടെ ഇന്റഗ്രേറ്റഡ് സ്പോയിലർ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും വൈപ്പർ കാണാനില്ലോ എന്ന്. ശരിയാണ്, വൈപ്പർ കാണാനില്ല. വൈപ്പർ ഉള്ളിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ പുതിയ സ്പോർട്ടി ഡിസൈനിന്റെ ഭാഗമായിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഉള്ളിൽ നമ്മുടെ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 360 ക്യാമറയുടെ വരുന്നുണ്ട്. നമുക്കപ്പോൾ ബൂട്ട് സ്പേസ് നോക്കാം, കാരണം വണ്ടിയുടെ ലെങ്ത് 90 mm കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബൂട്ട് ഒന്ന് തുറന്നു നോക്കാം. ബൂട്ട് ഇപ്പോൾ 447 ലിറ്ററിന്റെ ബൂട്ടാണ് വരുന്നത്. അപ്പൊ നേരത്തെക്കാളും കൂടിയിട്ടുണ്ട് ബൂട്ട് സ്പേസ്. പിന്നെ തുറക്കുകയാണെങ്കിൽ സ്പെയർ വീല് ഇവിടെയാണ് വരുന്നത്. ഇത് 17 ഇഞ്ച് സ്പെയർ വീലാണ് വരുന്നത്.
അപ്പൊ വണ്ടിയുടെ ഒക്കെ ലോവർ ട്രിം 16 ഇഞ്ചിൽ തുടങ്ങും. 16 ഇഞ്ച് 17 ഇഞ്ച് ടോപ്പ് എൻഡിൽ എത്തുമ്പോൾ 18 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. അപ്പോൾ സ്പെയർ വീല് ഇവിടെ വരുന്നുണ്ട്. 447 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ബോസിന്റെ സബ് വൂഫർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഹുക്ക് വരുന്നുണ്ട്. ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ പാർസൽ ട്രേ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബൂട്ട് ഓപ്പണിംഗ് ഹൈഡ്രോളിക് ആണ്, ഇലക്ട്രോണിക് അല്ല. അപ്പൊ നമ്മൾ മാനുവലി നമ്മൾ തുറന്നടയ്ക്കണം. പക്ഷെ ആക്ച്വലി ഇത് എന്താ സംഭവം എന്നറിയോ, നമ്മൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ എളുപ്പം നമുക്ക് ഇതാണ് തുറന്നു തരാം. നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട, സുഖമായിട്ട് നമുക്ക് തുറക്കാം, അതുപോലെ തന്നെ സുഖമായിട്ട് അടയ്ക്കാം. വലിയ ടൈം ലാഗ് ഒന്നുമില്ല. അല്ലെങ്കിൽ അത് തുറന്നു വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ താഴെ ഇതിന്റെ റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ ഫിലോസഫി. വളരെ എന്താ പറയാ, നേരത്തെ ഉണ്ടായിരുന്ന ഡിസൈനിനേക്കാളൊക്കെ എൻറ്റയർലി ചേഞ്ച് ചെയ്ത് അടിമുടി ഡിസൈനിലെ ഒരു അടിമുടി മാറ്റാണ് നമ്മുടെ സെൽട്ടോസിന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഉള്ളില് ഫീച്ചേഴ്സിൽ കുറെ മാറ്റം വന്നിട്ടുണ്ട്. ലെങ്ത് വർദ്ധിച്ചപ്പോ വീൽ ബേസ് 30 mm വീൽ ബേസ് വന്നിട്ട് കൂടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെ ഇന്റീരിയറിൽ വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കമോൺ. അപ്പൊ നമുക്ക് സെൽട്ടോസിന്റെ ഇന്റീരിയറിലേക്ക് പോവാം. ആദ്യം തന്നെ ഡ്രൈവർ സൈഡ്, കാരണം വണ്ടി പ്രാന്തമാരൊക്കെ ആദ്യം ഡ്രൈവർ സൈഡാണല്ലോ നോക്കാം. അപ്പൊ ഡോർ നോക്കാം. ആദ്യം തന്നെ ബോസിന്റെ 8 സ്പീക്കർ സറൗണ്ട് സിസ്റ്റം, അടിപൊളി മ്യൂസിക് സിസ്റ്റം ആണ്. പിന്നെ വരുന്ന ഇവിടെ ഡോർ വിൻഡോ കൺട്രോൾസ് ലോക്ക് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബട്ടൺ നോക്കി വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അപ്പൊ ഈ ഫ്രണ്ടിലെ ഡ്രൈവറും പാസഞ്ചറും 2 സീറ്റും വെന്റിലേറ്റഡ് ആണ്. പിന്നെ ഡിസൈൻ ഒക്കെ നോക്കട്ടെ, എൻറ്റയർലി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഇതൊരു നമ്മൾ ഓഫീസ് ചെയറിലൊക്കെ കാണുന്ന പോലെ ഒരു മെഷ് ടൈപ്പ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ GT ലൈനിന്റെ ബാജിങ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. കണ്ട, നല്ല രീതിയിലുള്ള വിൻഡ് ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ എന്നൊക്കെ ചെയ്യുന്ന പോലെ നല്ല വെന്റിലേറ്റഡ് സീറ്റിലൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. പിന്നെ ഈ സീറ്റ് 10 വേ അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ സെഗ്മെന്റിൽ ഇത്രയും വെയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ സീറ്റില്ല. ബാക്കിയൊക്കെ ഇട്ടുള്ളൂ. നമ്മുടെ സെൽട്ടോസിൽ 10 വേ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ലംബാർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറിയാലോ. അപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഈ ഡോറങ്ങ് അടയ്ക്കാം, കുറച്ച് ശബ്ദം കുറയ്ക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിയയുടെ സ്റ്റിയറിംഗ് ആണ്. അപ്പൊ ഈ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് ആണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഹൈറ്റും റീച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാം. കാരണം ഷോറൂം അടയ്ക്കാറായി. കാരണം നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതൽ ആൾക്കാർ വണ്ടി നോക്കാൻ വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ തന്നെ നേരം വൈകി പെട്ടപ്പെടാന്ന് പറഞ്ഞു പോവാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ പനോരമിക് സൺറൂഫ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഇതുപോലെ പനോരമിക് ഡിസ്പ്ലേ. ഒരു 3 ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ ലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വരുമോ? ഗുഡ് ഈവനിങ്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ വന്നിട്ടുള്ളൂ നമുക്ക്. പിന്നെ ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ടെമ്പറേച്ചർ, AC കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ കസ്റ്റമൈസ് ചെയ്യാവുന്ന ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ആണ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി പാഡൽ ഷിഫ്റ്റേഴ്സ് നമ്മുടെ ഇഷ്ടാനുസരണം വണ്ടി ഓടിച്ചിട്ട് പോവാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്ര അധികം ടച്ച് സ്ക്രീനും ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഫിസിക്കൽ ബട്ടൺസ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഡ്രൈവറെ സംബന്ധിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഫിസിക്കൽ ബട്ടൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാതും ടച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ബട്ടൺസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ മീഡിയ, മാപ്പ്, ഹോം ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെ സ്മൂത്ത് ആണ് കേട്ടോ. യൂസ് ചെയ്യാനൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സംഭവങ്ങളാണ് വരുന്നത്. അതായത് ഡിസ്പ്ലേ സ്മൂത്ത് ആണ്. സംസാരിച്ച് കിതച്ചുടങ്ങി എന്ന് പറയാലോ. അപ്പോൾ അതാണ്. പിന്നെ നല്ല AC, നല്ല പവർഫുൾ AC കേട്ടോ. നമ്മൾ തണുത്ത് മരിച്ചു. പിന്നെ 3 C ടൈപ്പ് ചാർജിങ് കേബിൾ, ഒരെണ്ണം ഡാറ്റയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. AC ഒക്കെ ഇവിടെ ഇങ്ങനെ കുറഞ്ഞിട്ടുള്ള ഹൈഡ് ഇതുപോലെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഗ്ലൗ ബോക്സ് നോക്കട്ടെ, നല്ല ഒരു ഗ്ലൗ ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ ഡീസെന്റ് ആണ്. ഡീസെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഡീസന്റിനേക്കാളും മേലെ. അതായത് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി പക്ഷെ അടിപൊളിയാണ്. പിന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ OEMs കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. പനോരമിക് സൺറൂഫ് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. പനോരമിക് ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ വയർലെസ് ചാർജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോ ഹോൾഡ് കാര്യങ്ങളൊക്കെ.
പിന്നെ ഷട്ടർ ഇട്ട പോലെ ഗ്ലാസ് ഹോൾഡേഴ്സ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷട്ടർ ഇട്ട് കളിക്കാം. പിന്നെ വരുന്നത് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ ട്യൂബൽ ബോൾട്ടിന്റെ ഒരു ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കിയയുടെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് സീറ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കാരണം വീൽ ബേസ് കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിൽ നന്നായിട്ട് സ്ഥലം വേണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സംഭവം. അത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അതിൻ്റെ ദിനം മോശമായിട്ട് വരികയാണ്, നല്ല വെയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൺബ്ലൈൻഡ് ഉള്ളത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ വണ്ടിയിലും ഇത് നിർബന്ധമാക്കണം, സീറ്റ് മറ്റേ എയർ ബാഗൊക്കെ പോലെ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പീക്കർ വന്നിട്ടുണ്ട്, നല്ല ഒരു എന്നിട്ട് പറയാം മെറ്റാലിക് ഫിനിഷിലുള്ള ഡോർ ഹാൻഡിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വിൻഡോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇനി ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ സീറ്റ് എൻ്റെ ഒരു ഇതിലേക്ക് ഏറ്റവും പിന്നിലേക്ക് ഇറക്കിയിട്ടേക്കാണ്, ഫുൾ ഇറങ്ങാവുന്നതിൻ്റെ ഏറ്റവും ഇതിലേക്ക് നമ്മൾ സീറ്റ് ബാക്കിലേക്ക് ഇട്ടേക്കാണ്. എന്നിട്ടും കുഴപ്പമില്ലാത്തൊരു ലെഗ് സ്പേസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് വളരെ നന്നായിട്ടുണ്ട്. ഉള്ളിൽ മാഗസിൻ ഹോൾഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് ഈ ഡുവൽ ടോൺ വരുന്ന GT ലൈൻ്റെ ബാജിങ് ഇവിടെയും വരുന്നുണ്ട്. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു 2 ലൈനായിട്ട് നമുക്ക് സീറ്റ് പിന്നിലേക്ക് താഴ്ത്താം. അതുപോലെ 60-40 സ്പ്ലിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹാൻഡ് റെസ്റ്റ്, ആം റെസ്റ്റ് വരുന്നുണ്ട്, കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. കാരണം ഇപ്പോൾ ഈ നടുക്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സീറ്റ് ബാക്കിലേക്ക് ഇങ്ങനെ സ്കൂപ്പിങ് ചെയ്തിട്ടൊന്നുമില്ല, ഒറ്റ ലൈനാണ്. അപ്പോൾ തൈ സപ്പോർട്ട് കാര്യങ്ങൾക്കൊന്നും വലിയ കുറവ് വരില്ല. പിന്നെ സെൻറ്ററിൽ ചെറിയൊരു ടണൽ വരുന്നുണ്ട്, പക്ഷേ അത് അത്രയ്ക്ക് വലിയൊരു ബൾജല്ല, സുഖമായിട്ടിരിക്കാം. പിന്നെ പിന്നിലേക്ക് റിയർ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെയും നമുക്കൊരു ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, 2 സീറ്റിൻ്റെ സൈഡിലും ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് സി ടൈപ്പ്. അപ്പം മൊത്തം ഫ്രണ്ടിൽ 3 പിന്നിൽ 2 അങ്ങനെ 5 ചാർജിങ് വരുന്നുണ്ട്. പിന്നെ പനോരമിക് സൺറൂഫിൻ്റെ ആ ഒരു ബ്യൂട്ടി, അത് ഒരു 1.5 ബ്യൂട്ടിയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഡാഷ് പിന്നിലിരുന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഡാഷ്ബോർഡ്. നല്ലൊരു അടിപൊളി ഡിസൈനിൽ കാണുന്ന ഒരു ഡാഷ്ബോർഡാണ്, നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളാണ്. കാണുമ്പോൾ തന്നെ കൊള്ളാം, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിയയുടെ സെൽട്ടോസ് ഇത്തവണ വന്ന് നമ്മളെ അമ്പരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഞാനത് എത്ര സ്പീഡിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഷോറൂമിൽ എല്ലാവരും പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഒരു ഡ്രൈവ് വീഡിയോ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിപ്പോൾ നമ്മൾ അൺവീലിങ്ങിൻ്റെ ഇടയിൽ വളരെ ധൃതി പിടിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയ കാരണം ഇങ്ങനെ നമുക്ക് ഇനി സെൽട്ടോസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നമ്മൾ ഡ്രൈവ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പം ഞാനതൊക്കെ ഇവിടുത്തെ ആൾക്കാരെടുത്ത് ചോദിച്ചിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വളരെ ബോൾഡായിട്ടുള്ള ഒരു ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അടിപൊളി ഫീച്ചേഴ്സ്, ഇനിയിപ്പോൾ എന്തിട്ട് പിന്നെ ഫീച്ചേഴ്സിൽ കുറവുള്ളൂ. അപ്പോൾ ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും, ഫങ്ഷണൽ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും, ബോൾഡ് ഡിസൈൻ. ഇനി ഡ്രൈവാണ് വരുന്നത്. ഇതിൻ്റെ എൻജിൻ പറഞ്ഞില്ല, പെട്രോൾ എൻജിൻ, ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് 1.5 ലിറ്ററിൻ്റെ പെട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 1.5ൻ്റെ ഡീസൽ എൻജിൻ, ടർബോ പെട്രോൾ വരുന്നുണ്ട്. പിന്നെ ഡീസൽ വരുന്നുണ്ട്. അപ്പം നോർമൽ ഫാമിലി യൂസിനൊക്കെ ആണെങ്കിൽ നമ്മുടെ സാധാരണ പെട്രോൾ എടുക്കുക, നല്ല പെർഫോമൻസ് വേണമെങ്കിൽ ടർബോ പെട്രോൾ എടുക്കുക. ഇനി മൈലേജ് വേണം, പവറും വേണമെന്നുണ്ടെങ്കിൽ ഡീസലിലേക്ക് പോവുക. നല്ല പിക്കപ്പും ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഒക്കെയാണ്, അത് നമുക്ക് ഡ്രൈവിൽ നോക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി കിയയുടെ സെൽട്ടോസ് ആണ്. ഈ ഫേസ് ലിഫ്റ്റ് ഒട്ടും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. വളരെ നല്ല ഒരു ഓൾറൗണ്ട് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇറ്റ്സ് മീ ജോബിൻ സൈനിങ് ഓഫ്.